അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇത് VVIP ഏരിയ ആണ്. ഈ സ്ഥലം ഈ എതിർവശം കാണുന്നത് ഇത് സിംഗപ്പൂരാണ്. ഇത് കണ്ടോ, ഇത് കാടാണ്, എതിർവശമുള്ള കാടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കൊലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൊലകൾ നട്ടെന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഫ്രൂട്ടുണ്ട് ഉള്ളിൽ. ഇതൊരു വലിയ കാടാണ്. അപ്പോൾ ഇത് നല്ല ഏരിയ ആണ്, നല്ല അടിപൊളി 6th Avenue ആണിത്. ഈ കൊല എന്തിനാണ് നട്ടതെന്ന് വെച്ചാൽ ഇത് പഴുക്കുന്ന സമയത്ത് പക്ഷിയൊക്കെ ഭക്ഷിക്കുന്നുള്ളതാണ്. ആരും കൊത്തിക്കൊണ്ടുപോകാൻ പാടില്ല. ഇത് അതുമാത്രമല്ല, ഇതിനുള്ളിൽ നിറച്ച് ഫ്രൂട്ടുകളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ പക്ഷിയൊക്കെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. പക്ഷിയൊക്കെ ഭക്ഷണം ഗവൺമെൻറ് തന്നെ കൊടുത്തോളും. കാരണം അപ്പുറത്തന്നെ കണ്ടില്ല വായ, ഇഷ്ടംപോലെ വായ ഉണ്ട്. ഒരാൾ വന്ന് കൊത്തൂല, ഇതിനുള്ളിൽ നിന്ന് ആരും പോവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് പാമ്പും എല്ലാ സാധനവും ഉണ്ടാവും. പക്ഷേ പാമ്പൊന്നും പുറത്ത് വരില്ല. കാരണം അതിനുള്ള എന്തോ ഒരു സംവിധാനം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും വേണ്ട. ഫ്രൂട്ട് വേണ്ട, അതാ കാണുന്നു, അതാ ഞാൻ വലുതാക്കി തരാം. വേണ്ട, എന്തോ ഒരു ഫ്രൂട്ടാണ് അത്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും പോകുന്നില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻ്റ് അടിക്കുക. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഉണ്ട്, ജമാൽ കിച്ചനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു ചങ്ക് പുഷ്പത്തിൻ്റെ പൂവിന് വന്നതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അതിനെക്കൊണ്ടൊരു മേജിക് ഉണ്ട്. മേജിക്കല്ല, ഒരു നാച്ചുറൽ റെമഡി. അത് നോക്കട്ടെ, അങ്ങോട്ട് കാണാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ. ഇതാണ് കാട്, വലിയ കാടാണ്. ഇത് ഒരുപാട് വലുപ്പമുണ്ട്, അങ്ങോട്ടുണ്ട്. ഇതിൻ്റെ നടുവ് കൂടി വഴിയുണ്ട്. കേട്ടോ, വഴിയുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള വഴിയാണ്. അത് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമലൈക്കും. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല കുക്കിംഗ് വീഡിയോ ഇടും. ഞാൻ 35 വർഷമായിട്ട് ഷെഫാണ്. അതുമാത്രമല്ല 14 ജോലി ചെയ്തിട്ടുണ്ട്. നല്ല വീഡിയോ ഞാനിടും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല, സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പകുതി പൈസ ഞാൻ പാവങ്ങളെ സഹായിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ചില്ലറ കിട്ടൽ തുടങ്ങി. അത് പിന്നെ ഡയാലിസിസ് സെൻ്ററിലേക്കുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.